സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി തുടങ്ങിയിരിക്കുന്നു സർക്കാർ എന്ന വാർത്തയിലേക്കാണ്. 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മണ്ണ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. അനധികൃതമായി കൈപ്പറ്റിയ തുകയും അതിന്റെ 18% പലിശയും തിരിച്ചടയ്ക്കണം. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഉദ്യോഗസ്ഥരുടെയൊക്കെ ഈ 6 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അനധികൃതമായി സാമൂഹ്യക്ഷേമം കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെയാണോ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതോ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെയാണോ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? റോഷി. ഡോക്ടർ അരുൺകുമാർ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ 6 ഉദ്യോഗസ്ഥരെ, മണ്ണ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ധനകാര്യ വകുപ്പ് ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ അതാത് വകുപ്പുകൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. ഈ പണം തിരിച്ചുപിടിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. പലിശ സഹിതം പണം തിരിച്ചുപിടിക്കാനുള്ള ധനവകുപ്പിൻ്റെ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഓരോ വകുപ്പുകളും അതിൽ പരിശോധന തുടങ്ങി. ഈ കൈപ്പറ്റിയ പെൻഷൻ തുക 18% പലിശ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് തിരിച്ചുപിടിക്കുന്നു. അതിനൊപ്പം വകുപ്പ് തല നടപടിയുമുണ്ട്. ആ വകുപ്പ് തല നടപടിക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവരിൽ നിന്നും 18% പലിശ ഉൾപ്പെടുത്തി കൈപ്പറ്റിയ പെൻഷൻ തുക തിരിച്ചുപിടിക്കാനുള്ള നിർദ്ദേശവും ഡയറക്ടർ നൽകിയിട്ടുണ്ട്. മറ്റു വകുപ്പുകളിലും സമാനമായി തന്നെ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദ്രുതഗതിയിൽ തന്നെ പണം തിരിച്ചുപിടിക്കാനും അച്ചടക്ക നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ആ നിലയിലാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർ നേരത്തെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുകയും സർക്കാർ ഉദ്യോഗസ്ഥരായി അവർ ചുമതലയേറ്റതിന് ശേഷം ആ സാമൂഹ്യക്ഷേമ പെൻഷൻ വേണ്ട എന്ന് എഴുതി നൽകിയില്ല എന്നതാണ് അവർ ചെയ്ത കുറ്റം. അവർ പ്രതിമാസം അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്ന ഈ ആപ്പ് പരിശോധിച്ചപ്പോഴാണ് ഈ ധനകാര്യ വകുപ്പ് ഇങ്ങനെ കണ്ടെത്തിയത്. നമുക്കറിയാം, സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സർക്കാരിന് കഴിയുന്നില്ല. ആ ഘട്ടത്തിലാണ് സർക്കാർ ശമ്പളം പറ്റുന്നവർ അനധികൃതമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന വിവരം ധനകാര്യ വകുപ്പിന് ലഭിക്കുന്നത്. അത് ശമ്പളം നൽകുന്ന ആപ്പും ഒപ്പം ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകുന്ന ആപ്പും പരസ്പരം പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കുകയും അതിൽ തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തത്. അരുൺകുമാർ. ഓക്കെ റോഷി, അപ്പോൾ പുറത്തു വരാൻ പോവുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും പുറത്തു വരും. കാര്യങ്ങളൊക്കെ നാട്ടുകാരറിഞ്ഞ നാണക്കേടാവും എന്നാണ്. അപ്പോൾ എന്തായാലും ചെയ്തത് മോശമായി പോയി അല്ലേ? ആലോചിച്ച് നോക്കൂ, ഇത്രയും ദിവസമായിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ആൾക്കാരുടെ പണം കൂടി ഇവർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സസ്പെൻഷനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം നേരിട്ടത്. 18% പലിശ സഹിതം ഈ പണം തിരിച്ചടയ്ക്കേണ്ടി വരും. അതിനേക്കാൾ വലുത് പൈസ പിന്നെയും കൊടുക്കാമെന്ന് വയ്ക്കാം. പോയ മാനം ഇനി എന്ത് പിടിച്ചാൽ തിരിച്ചു കയറും എന്നുള്ളതാണ്. നാട്ടുകാരൊക്കെ അറിയും, സാമൂഹ്യക്ഷേമ പെൻഷൻ കട്ടവൻ പോകുന്നു എന്നായിരിക്കും പറയുക. അപ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? സാധാരണക്കാരായ മനുഷ്യർക്ക് കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷനിൽ നിന്ന് ആ പണത്തിൻ്റെ വിഹിതം കട്ട് ജീവിക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എന്താ പറയുക?